ഈശ്വരമ്പലത്തിലാട്ടെ ഇപ്പം ഇവിടെ ജനമേട്ടൻ്റെ കൊട്ട് കാണാൻ വന്നേക്കുവാണ്. അച്ഛന്മാരെ നമ്മളങ്ങനെ അമ്പലത്തിനകത്ത് കയറി കേട്ടോ. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം കാത്തിരിക്കുക കേട്ടോ ജയറാമേട്ടനെ കൊട്ട് കേൾക്കാൻ വേണ്ടി. കാരണം ആൾക്കാർ ഒത്തിരി കൂടിയിട്ടുണ്ട്. 8ാമത്തെ ഉത്സവം ആയതുകൊണ്ട് 8 ആനകൾ നിരനിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഉത്സവത്തിന് ഇങ്ങനെ ആനയൊക്കെ ഇല്ലായിരുന്നു തന്നെ അല്ലേ. ആന ഉണ്ടെങ്കിൽ ഒരു ഉത്സവത്തിനൊക്കെ ഒരു പവറുള്ളൂ, ഒരു ആരവേ ഉള്ളൂ. അച്ഛന്മാരെ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജയറാമിൻ്റെ കൊട്ട് കേൾക്കാൻ വരുന്നത് കേട്ടോ. എന്നും എല്ലാ പ്രാവശ്യവും ആലോചിക്കും ഇങ്ങനെ പോകണമല്ലോ എന്ന്. പക്ഷേ പോകാൻ പറ്റത്തില്ല. അന്ന് ബൈക്കൊന്നുമില്ലായിരുന്നു പോകാൻ വേണ്ടി. ഇപ്പോഴാണ് ബൈക്കൊക്കെ ആയത്. അതുകൊണ്ട് ഇപ്പോൾ എപ്പം വേണമെങ്കിലും പോകാമല്ലോ. അങ്ങനെ അമ്പലം ചുറ്റി നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. ചുമ്മാലം ചുറ്റി പ്രാർത്ഥിച്ചു. എന്നിട്ടേക്കും മേളം തുടങ്ങാറായിരുന്നു. അപ്പം അങ്ങോട്ട് പോവുക. അച്ഛന്മാരങ്ങനെ മേളം തുടങ്ങി കേട്ടോ. ജയറാമും കൂട്ടരൊക്കെ വന്നു. ഇനി തുടങ്ങാറായി. മേളം തുടങ്ങിയപ്പോഴേ ആൾക്കാർ ഫോൺ കൊണ്ടല്ലേ ഷൂട്ട് ചെയ്ത് തുടങ്ങി വീഡിയോസൊക്കെ. തിരക്ക് കാരണം അടുത്തൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അകലെ നിന്ന് എടുത്തത്. അതുകൊണ്ട് കുറച്ച് ഇളക്കമൊക്കെ വന്നു കേട്ടോ. വീഡിയോയുടെ കുഴപ്പമൊക്കെ ഉണ്ടേ, അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മേളത്തിൻ്റെ രീതി മാറി കേട്ടോ. പിന്നെ പൊളിച്ചു. അവിടെ സംഭായം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിനകത്ത്. കുറച്ചിരുന്നപ്പോഴേ തൊണ്ട പറ്റാൻ തുടങ്ങി. അതുകൊണ്ട് സംഭായം കുടിക്കാൻ പോയി അങ്ങോട്ട്. ഞാൻ ചെന്നപ്പോഴേ 2 ഗ്ലാസ് അങ്ങ് ഇരുന്ന് കുടിച്ചു. സംഭായം കുടിച്ചു കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ കൊട്ട് കേൾക്കാൻ വേണ്ടി.
മേളത്തിനനുസരിച്ച് ആനകൾ ചെവികൾ കിട്ടാൻ അനക്കുന്നുണ്ടേ. നിങ്ങൾക്ക് തോന്നിയോ? താളത്തിനനുസരിച്ച് അനക്കുന്നവർ തോന്നുന്നില്ലേ? കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ അവിടുന്ന് കൊട്ട് മാറ്റി ഇപ്പോൾ ചുമ്മാ വലം ചുറ്റുക കേട്ടോ. വലം ചുറ്റി കൊട്ടുന്നത്. മറ്റേ സ്ഥലത്ത് നിന്ന് കൊട്ട് കഴിഞ്ഞപ്പോഴേ ജയറാമേട്ടൻ അകത്ത് കയറിപ്പോയി. വെള്ളം കുടിക്കാനെന്ന് തോന്നുന്നു. അച്ഛന്മാരെ വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടി എടുത്തു കേട്ടോ. ആൾക്കാർ തള്ളുന്നുണ്ട്. ഫോണ് താഴെ പോകുന്ന ഓർത്ത എടുത്ത് താഴെ ഒന്നും പോയില്ല ഭാഗ്യത്തിന്. അമ്പലത്തിൽ അത്രയ്ക്ക് ഇരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജയറാമേട്ടനല്ലേ കൊട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ കാണാൻ വന്നായിരുന്നു. നിങ്ങളെല്ലാം നോക്കി എന്താ ആൾക്കാരാ ചുറ്റിനും. ഈ എട്ടാന നിരന്ന് നിൽക്കുമ്പോൾ മുന്നേ രസമാണ് കാണാൻ. നല്ല ഗജവീരന്മാർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ഈ ഉത്സവത്തിൻ്റെ ഒരു നട്ടലെന്ന് പറയുന്ന ആനകൾ തന്നെയല്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും ആനയില്ല ഒരു സുഖമില്ല കേട്ടോ ഉത്സവത്തിന് വരെ. അച്ഛന്മാരെ പിന്നെ പ്രസാദകൊട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അതൊന്ന് കയറാൻ നോക്കിയപ്പോൾ ഫുള്ള് ക്യൂ. അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഒരു ദിവസം എന്നാലും കഴിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ക്യൂ ആണേ. പാമ്പ് ചുറ്റി കിടക്കുന്ന പോലെ ക്യൂവിൻ്റെ നീളം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ജയറാമേട്ടൻ വന്നു കേട്ടോ. പിന്നെ എല്ലാവരും താളം പിടിക്കാൻ തുടങ്ങി കേട്ടോ. കൊട്ടായ പിന്നെ താളം പിടിച്ചില്ല. പിന്നെ തന്നെ എല്ലാവരും കൈ ഇട്ടും അങ്ങനെ താളം തുള്ളി. അല്ല പിന്നെ എന്നാ മേളമായ താളം തുള്ളാം. അല്ല പിന്നെ എല്ലാവരും ഓരോ തൂണ് ബുക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ കയറി നിൽക്കാൻ വേണ്ടി. കാണണ്ടേ പുള്ളീനെ. പിന്നെ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് സംഭാരം ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. പിന്നെ മേളമൊക്കെ കഴിഞ്ഞ് ജയറാമേട്ടൻ തിരിച്ച് കയറി പോയി കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ പുറകെ നടപ്പുണ്ട്. പക്ഷേ ചിലരൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ ചിലർക്ക് എടുക്കാനും പറ്റിയില്ല. പോലീസുകാർ പുറകെ ഉണ്ട്. നമ്മൾ ജയറാമേട്ടൻ്റെ ഫുള്ള് കൂട്ടം കേട്ട് കേട്ടോ. അങ്ങനെ പുള്ളി കയറിപ്പോയി. ഇപ്പോൾ സമയത്തറായി. സമയം ഒരു 12 മണിയായി. ഇപ്പോൾ കയറിപ്പോയ കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോയായിരുന്നു. പക്ഷേ ആർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പുള്ളി പെട്ടെന്ന് കയറിപ്പോയി. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് പോകാൻ പറ്റില്ല. എല്ലാവരും കയറിപ്പോയി. മച്ചന്മാരെ പോകാൻ നേരത്ത് മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പേടിച്ചു പോയി. മഴയത്ത് വീട്ടിൽ പോകണല്ലോ എന്ന് അകത്ത്. നമ്മളങ്ങനെ ജയറാമിൻ്റെ കൂട്ട് കേട്ട് ഇറങ്ങി കേട്ടോ. പുള്ളിയും കയറിപ്പോയി. തിരിച്ച് പോവാം. അങ്ങനെ പോവാ കേട്ടോ. കൊട്ടക്കെട്ട് പോവാ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കൊട്ട് കേൾക്കണം ജയറാം ചേട്ടൻ. അത് നടന്നു. എന്നാൽ അടുത്ത് പോയി കാണാം കേട്ടോ. എന്നാൽ ഓക്കെ.